ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ഇതിനെ പടുകൂട്ടാൻ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് കാണുന്ന വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നൊരു കൂട്ടാനാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ആകെ 3 സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചേന, ചേമ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പപ്പായയുടെ ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പപ്പായ ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ, പക്ഷെ ഓവറായിട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിടാം. ഇതിലേക്ക് വേണ്ടത് ചേമ്പിൻ തണ്ടാണ്. ഞാനിവിടെ പാൽച്ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തണ്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പയാണ് വേണ്ടത്. കപ്പ അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ചെറിയൊരു പീസ് കഴിച്ച് നോക്കിയാൽ നമുക്ക് കപ്പയിൽ കട്ടുണ്ടോയെന്ന് അറിയാം. അപ്പോൾ നമുക്കിത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കപ്പ കയ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടൈമിൽ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ മൺചട്ടിയിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് കുക്കറിൽ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 പച്ചമുളക് നടുകെ കീറിയതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ഓവറായിട്ട് വിസിലടിച്ചിട്ട് വേവിച്ച് കളയരുത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു വിസിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിരവിയതുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. എനിക്കിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നേരത്തെ വേവിക്കാൻ വെച്ചത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം ഓവറായിട്ട് തിളക്കേണ്ട. നമുക്ക് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൂട്ടാനൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതിലേക്ക് ചേമ്പ്, ചേന, അതുപോലെ ഇണ്ണിത്തണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.